കഴിഞ്ഞ ദിവസം നമ്മൾ സ്ട്രെസ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സ്ട്രെസ്സും ആൻസൈറ്റിയും തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ചാണ്. കാരണം പല ആൾക്കാർക്കും ആ ഡിഫറൻസ് അറിയില്ല. പലരും സ്ട്രെസ്സിനെയും ടെൻഷൻ എന്ന് പറയും, ആൻസൈറ്റിനെയും ടെൻഷൻ എന്ന് പറയും. അന്നേരം അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കിയാൽ മാത്രമേ അതിന് കറക്റ്റീവ് മെഷേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രഷറാണ്. നമ്മുടെ മുമ്പിൽ ഒരു പെർഫോമൻസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉള്ള സമയത്ത് നമുക്കുണ്ടാകുന്ന പ്രഷറിനെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നാളെ ഒരു എക്സാം എഴുതാൻ ഉണ്ട്, അന്നേരം അതിനെക്കുറിച്ച് എനിക്ക് പ്രഷർ ഉണ്ടാകുന്നതിനാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അന്നേരം പെർഫോമൻസ് ബേസ്ഡ് ആണ്. ഇനി ആൻസൈറ്റി എന്ന് പറയുന്നത് പെർഫോമൻസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ലാത്ത സമയത്ത് ആ പെർഫോമൻസിനെ കുറിച്ചൊരു ഫിയർ ഉണ്ടാകുന്നതിനെയാണ് ആൻസൈറ്റി എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു തേനീച്ച എൻ്റെ അടുത്തേക്ക് പറന്നു വന്നാൽ ഞാൻ അതിനെ തട്ടി മാറ്റാൻ ശ്രമിക്കും. അതെന്നെ കുത്താതിരിക്കാൻ ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും, അതിനെ കൊല്ലാൻ ശ്രമിക്കും. അന്നേരം ദർ ഈസ് എ പെർഫോമൻസ്, ഞാനൊരു പെർഫോമൻസ് ചെയ്യേണ്ട ആവശ്യം അവിടെ ഉണ്ട്. ആ സമയത്ത് ഉണ്ടാകുന്ന പ്രഷറാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇനി ആൻസൈറ്റി എന്ന് പറയുന്നത്, ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ സ്ഥലത്തൊന്നും തേനീച്ച എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല, പക്ഷേ ഇവിടുന്നെങ്കിലും ഒരു തേനീച്ച വന്ന് എന്നെ കുത്തിയാലോ എന്നുള്ളൊരു ഫിയർ ഉണ്ടാവുന്നതിനെയാണ് ആൻസൈറ്റി എന്ന് പറയുന്നത്. ഇത് രണ്ടും ഡിഫറൻസ് ക്ലിയറായിട്ട് മനസ്സിലായാൽ മാത്രമേ നമ്മൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലായി. സ്ട്രെസ് ആണെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പുകൾ എടുക്കണം, ആൻസൈറ്റി ആണെങ്കിൽ അതിന് വേറെ സ്റ്റെപ്പുകളാണ്. അന്നേരം ആ ഡിഫറൻസ് മനസ്സിലാക്കിയാൽ മാത്രമേ കറക്റ്റ് മെഷേഴ്സ് നമുക്ക് എടുത്ത് അതിനെ ഓവർകം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അന്നേരം നിങ്ങൾക്കിത് ഡിഫറൻസ് ക്ലിയറായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യുക. താങ്ക് യു.